പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 43-ാം തിരുവചനം ഇപ്പം നമ്മൾ ധ്യാനിക്കുകയാണ്. മരിച്ച് അടക്കപ്പെട്ട ലാസറിൻ്റെ കുഴിമാടത്തിങ്കിൽ നിന്ന് ഈശോ ലാസറെ പുറത്തു വരിക എന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയുന്നതായി നമ്മൾ കാണുന്നു. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടും ഇരുന്നു എന്നും നമ്മൾ വായിക്കുന്നു. മരിച്ച് അടക്കപ്പെട്ട് 4-ാം ദിവസമായപ്പോഴാണ് ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ ഈശോ എത്തിയത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ലാസറിൻ്റെ ശരീരം ജീർണിച്ചു കിടക്കുന്ന ഒരു ശവം സൂക്ഷിച്ചിരിക്കുന്ന ഒരു കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈശോ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ ഉടനെ എന്താ അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഓരോ വചനവും നമ്മളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള ആഴത്തിലുള്ള ബോധ്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. ഈശോ കല്ലറയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈശോ ആ കല്ലറയിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് വിവരിക്കട്ടെ. ഈശോ അരുളിച്ചത് വചനം, ലാസറെ പുറത്തു വരിക, അത് ദൈവത്തിൻ്റെ പുത്രൻ അരുളിച്ചത് വചനമായതുകൊണ്ട് അതിനെ ദൈവവചനം എന്ന് വിളിക്കുക. ലാസറെ പുറത്തു വരിക എന്നുള്ള ആ വാചകം അത് ദൈവവചനമാണ്. ലാസറെ പുറത്ത് വരിക, 3 വാക്കുകൾ. അങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിൽ എന്താ സംഭവിച്ചത്? യേശു തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി അയാളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നെന്ന് നമുക്ക് അറിയാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്ന് കാണുന്നു. സങ്കീർത്തനം 107, 19, 20 കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി എല്ലാ വിനാശങ്ങളും വിടിവെച്ചു എന്നും കാണുന്നുണ്ട്. അവിടെ വചനം അയച്ചു. ഈ വചനം അയക്കുന്നതിനെക്കുറിച്ച് കുറച്ചും കൂടി പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പിതാവായ ദൈവം വചനമായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചതും ഇതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ജീർണിച്ചു പോയ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിക്കാൻ ജീവനിലേക്ക് കൊണ്ടുവരാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനം ഒന്ന് നോക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. എന്നിട്ട് 14-ാം തിരുവചനത്തിൽ പറഞ്ഞു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ആദിയിൽ പിതാവ് തന്നോടുകൂടെ ആയിരുന്ന യേശുവിൻ്റെ മനുഷ്യാവതാര നിമിഷം വരെ പിതാവിനോടുകൂടെ ആയിരുന്നതും പിതാവിലായിരുന്നവനുമായ യേശുവിനെ വചനമായി ഇതാ ലോകത്തിലേക്ക് വിടുന്നു. അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വചനം, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല കൊളോസ്സൂസ് ലേഖനത്തിലും അത് തന്നെ പൗലോസ് ലേഖ പറയുന്നുണ്ട്, എല്ലാം അവനിലൂടെയും അവൻ വഴിയും ആണ് ഉണ്ടായത്, അവനിലൂടെ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം അവന് സ്ഥിതി ചെയ്യുന്നു എന്ന് പൗലോസ് ലേഖ കൊളോസ്സൂസ് ലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലോകത്തിലുള്ള എല്ലാം യേശുവിലൂടെയാണ് ഉണ്ടാക്കപ്പെട്ടത്, എല്ലാം യേശുവിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിൽ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം യേശുവിലൂടെ തന്നെയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. കൊളോസ്സൂസ് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ തിരുവചനങ്ങൾ, അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവന് സമസ്തവും സ്ഥിതി ചെയ്യുന്നു. ഓൾ തിങ്സ് ഹോൾ ടുഗെദർ ഇൻ ജീസസ് എന്ന് ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നു. അതായത്
വചനമായിരുന്ന യേശു എല്ലാറ്റിൻ്റെയും ആദ്യകാരണവും അവനിലൂടെ ഉണ്ടാക്കപ്പെട്ടു. അങ്ങനെയുള്ള എല്ലാറ്റിൻ്റെ അടിസ്ഥാനവുമായ യേശു ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ ഒരു ദശാസന്ധിയിൽ പരമപിതാവിൻ്റെ നിത്യപദ്ധതിയുടെ ഭാഗമായി മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. അവൻ ആരായിട്ടാണ് വരുന്നത്? ദൈവപുത്രനായി, മനുഷ്യപുത്രനായി വരുന്നു. പക്ഷേ അവൻ വചനം തന്നെയാണ്. ആ വചനമായ യേശു അരുളി ചെയ്യുന്ന ഓരോ വചനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അവൻ്റെ ഓരോ വചനത്തിലും അവൻ തന്നെയുണ്ട്. കുറച്ചും കൂടി പറഞ്ഞാൽ യേശു അരുളി ചെയ്യുന്ന ഓരോ വചനത്തിലും യേശു ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് ഈശോ പറയുമ്പോൾ ആ വചനം കല്ലറയ്ക്കകത്ത് ജീർണിച്ച് കിടക്കുന്ന ജഡമായി, ഇനി ജീവനില്ലാത്ത ജഡമായി കിടക്കുന്ന ലാസറിൻ്റെ ശരീരത്തിലേക്ക് ആ വചനം കടന്നു ചെന്നപ്പോൾ സത്യത്തിൽ യേശു തന്നെയാണ് ആ വചനത്തിലൂടെ അങ്ങോട്ട് കടന്നു ചെന്നത്. യേശുവാണ് അവന് ജീവൻ പ്രദാനം ചെയ്തത്. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തകത്തിലെ ഓരോ വചനവും എടുത്ത് വായിക്കുമ്പോൾ ആ വചനത്തിലുള്ള യേശുവിനെ, യേശുവിൻ്റെ ചൈതന്യത്തെ, യേശുവിൻ്റെ അരൂപിയെ, യേശുവിൻ്റെ ജീവനെ നമ്മുടെ ആത്മാവിൻ്റെ അംശമാക്കി, ആത്മാംശമാക്കി മാറ്റാൻ പഠിക്കണം. നമ്മൾ രണ്ട് വാക്കുകൾ ഇംഗ്ലീഷിൽ അതൊറ്റ വാക്കായിട്ട് ഉപയോഗിക്കുക. ബൈഹാർട്ട് ചെയ്യുക എന്ന് പറയും, മനപാഠമാക്കുക. മലയാളത്തിൽ മനപാഠമാക്കുക എന്ന്, ഹൃദയസ്ഥമാക്കുക എന്ന് പറയുന്നത് കൂടുതൽ അർത്ഥവത്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വചനത്തെ മനപാഠമാക്കിയ ഒത്തിരി പേരുണ്ട്, അത് പഠിച്ച് ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ വചനത്തെ ഹൃദയസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ മനപാഠമാക്കുക എന്നുള്ളതിനേക്കാൾ അല്പം കൂടി ഉദാത്തമായൊരു അർത്ഥതലം അതിന് ഞാൻ കാണുകയാണ്. ഹൃദയം എന്ന ബൈബിളിൽ പറയുന്നത് ആത്മാവിനെ ദ്യോതിപ്പിക്കാനാണ്, നമുക്കറിയാം. അല്ലാണ്ട് ബയോളജിക്കൽ ഹാർട്ട്, ജൈവ ഹൃദയമല്ല. ഹൃദയസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വചനവും നമ്മുടെ ആത്മാവിൻ്റെ ഭോജ്യമായി, ഭക്ഷണമായി മാറും. ആത്മാവിൽ വചനം പ്രവേശിച്ച് ആത്മാവിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. അഭിഷേകമായി, അഗ്നിയായി അത് കത്തിപ്പടരും. അങ്ങനെയാണ് അഗസ്തീനോസ് പുണ്യാളന് വലിയ മാറ്റം ഉണ്ടായത്. 5-ാം നൂറ്റാണ്ട് ജീവിച്ച അഗസ്തീനോസ് 13-ാം വയസ്സിൽ പിഴച്ചുപോയവൻ 33-ാമത്തെ വയസ്സിൽ 20 വർഷങ്ങൾ കഴിഞ്ഞ് അമ്മ മോനിക്കയുടെ കണ്ണീരോടുള്ള പ്രാർത്ഥന കഴിഞ്ഞ് അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ കാരണമായ റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ എഴുതപ്പെട്ട വചനങ്ങൾ അവൻ്റെ ആത്മാവിലൊരു അഗ്നി കൊളുത്തി. ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം പോലെയുള്ള ഒരു അനുഭവം അവൻ്റെ ആത്മാവിലുണ്ടായി. ഞാൻ ഈ പറഞ്ഞ വാക്ക് വെറുതെ പറഞ്ഞതല്ല. അഗ്നിപർവ്വത സ്ഫോടനം, അതിൻ്റെ ചെറുരൂപങ്ങൾ പലരുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം എൻ്റെ അടുത്ത് എന്നെ കാണാമെന്ന ഒരാൾ പറഞ്ഞതാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ എന്നോട്, 23 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ എന്നോട് പറയുകയാണ്, അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അച്ഛൻ ശബ്ദമുയർത്തി ഒരു വചനം 3 തവണ പറഞ്ഞ ഉടനെ എൻ്റെ ചങ്കിൽ എന്തോ ഒന്ന് പൊട്ടി, എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടി. പിന്നെ എൻ്റെ ശരീരം മുഴുവൻ തീ പിടിച്ചുള്ള അനുഭവമായി. ഞാൻ പോട്ടെ ആശ്രമത്തിൻ്റെ പറമ്പിൽ ഒരു ശനിയാഴ്ച ശുശ്രൂഷയ്ക്ക് ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ ശരീരമൊക്കെ തീ പിടിച്ച് തളർന്ന് ഞാൻ ഇരുന്നിരുന്ന തെങ്ങിലേക്ക് ചാരി അവിടെ ഇരുന്നു. പിന്നെ ഞാൻ ഓർമ്മ വരുമ്പോൾ ഒരു 1/4 മണിക്കൂറായി. 1-2 പ്രേക്ഷകരൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. എൻ്റെ ശരീരമെല്ലാം കുഴഞ്ഞുപോയി. പിന്നെ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. ഇപ്പോഴും ആ തീ എൻ്റെ ഉള്ളിലുണ്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു. അയാൾ പറയുകയാണ്, ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും ഈ തീ എൻ്റെ ഉള്ളിൽ നിന്ന് കെട്ടുപോകുന്നില്ല. പലരും പ്രലോഭനമായി എൻ്റെ പക്കൽ വന്നു. ജഡത്തിൻ്റെ സുഖങ്ങൾ സമ്മാനിക്കാൻ വേണ്ടി പലരും അടുത്തു വന്നിട്ടും സ്ത്രീകൾ വന്നപ്പോഴും എൻ്റെ ഉള്ളിലെ തീ കാരണം എനിക്ക് അതിനോട് യെസ് പറയാൻ പറ്റിയില്ല. പാപകരമായത് പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രലോഭനത്തിൻ്റെ വഴികൾ ചൂണ്ടിക്കാണിച്ച് പലരും എൻ്റെ അടുത്ത് വന്നു. വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഓഫർ വന്നപ്പോൾ എൻ്റെ ഉള്ളിലെ തീ കാരണം ഞാൻ അതിനോട് നോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതുപോലുള്ള ചെറു അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പലരുടെ ഉള്ളിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഓരോ വചനവും നമ്മുടെ ഉള്ളിൽ ഇതുപോലെ അഗ്നിയായിട്ട് മാറണം. അഗസ്തീനോസിൻ്റെ മനസ്സിലെന്നതുപോലെ അഗസ്തീനോസിൻ്റെ മനസ്സിലും ആത്മാവിലും ആ ചലനമുണ്ടായി. വചനം അങ്ങ് ഒരു തീക്കുണ്ടമായി മാറി. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്.
എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വെടിഞ്ഞ് പകലിന് യോജിച്ച വിധം മാന്യമായി പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുക. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ആരും ചിന്തിക്കാതിരിക്കുക. ഈ തിരുവചനം അഗസ്തീനോസ് ആദ്യമായി ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴേക്ക് ഓരോ വചനത്തിൻ്റെ തുണ്ടും അവൻ്റെ ഉള്ളിൽ തീക്കട്ടയായി മാറുന്നു. അന്ന് ഉള്ളിക്കത്തിയ തീയുടെ ജ്വലനത്തിൽ ആ വചനത്തിൻ്റെ ജ്വാലയിൽ അവനിലെ പാപം മുഴുവനും കത്തിച്ചാമ്പലായി. പ്രലോഭനത്തിൻ്റെ എല്ലാ വാതിലുകളും അവൻ്റെ തുറന്നു വന്നപ്പോൾ ഉള്ളിൽ കത്തിയ തീയുടെ ചൂടിനാൽ പ്രലോഭകരെല്ലാം ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ മനഃപാഠമാക്കിയാൽ പോരാ, അതും വേണം. അത് നമ്മുടെ ഏറ്റുപറച്ചിലും അതുപോലെ തന്നെ നിരന്തരം അത് ഏറ്റുപറഞ്ഞ് അഭിക്ഷയം പ്രാപിക്കാനും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും വ്യാഖ്യാനിച്ചു കൊടുക്കാനും മനഃപാഠമാക്കണം. പക്ഷെ മനഃപാഠമാക്കിക്കൊണ്ടിരിക്കുന്നവർ ഹൃദയസ്ഥമാക്കിയില്ലെങ്കിൽ, അത് ആത്മാവിൻ്റെ ഭക്ഷണമായി മാറുന്നില്ലെങ്കിൽ ആ വചനം കൊണ്ട് ഫലമില്ല. ഒരു ഉദാഹരണം പറയാം. ഞാൻ ധ്യാനത്തിൽ പറയാറുള്ള ഉദാഹരണമാണ്. വളരെ പുണ്യവതിയായ ഒരു സഹോദരി എന്നെല്ലാവരും പറയണമെന്ന ആ സഹോദരിക്ക് ആഗ്രഹമുണ്ട്. കാരണം ബൈബിളിലെ വചനങ്ങൾ നൂറുകണക്കിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 1000 കൂടുതൽ വചനങ്ങൾ അങ്ങനെ സ്ഥിരം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ജപമാല ചൊല്ലുന്നത് ഈ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി എന്ന് കൂട്ടിച്ചേർത്ത് ഒരു വചനം കൂട്ടിച്ചേർത്ത് വ്യക്തിപരമായി ചൊല്ലാറുണ്ട്. അത് കേട്ട് അന്ന് വലിയ സഹോദരി അങ്ങനെ കൊന്തയിലും വീട്ടിൽ കൊന്തയില്ലിക്കൊണ്ടിരിക്കുന്നു. വീട്ടുകാരെല്ലാവരും അവിടെയുണ്ട്. മകളുടെ കൊച്ച് കട്ടിൽ കളിക്കുന്നുണ്ട്. കട്ടിൽ ചാരി മുട്ടുകുത്തി നിന്ന് അമ്മ കൊന്തയില്ലുന്ന കൈ വിരിച്ച് പിടിച്ച് അമ്മ കൊന്തയെല്ലിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയാണ്: നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലവും ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും എന്ന് അരുളി ചെയ്യുകയും ചെയ്ത ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കട്ടിൽ നിന്ന് ഈ 3-4 വയസ്സുള്ള ആൺകുട്ടി താഴേക്ക് എടുത്തിയാടിയത്. അമ്മയുടെ ഈ മുട്ടുകുത്തിക്ക് നമ്മുടെ കാലിലേക്കാണ്, കാപ്മസിലെയാണ് ചവിട്ടുകൊണ്ടത്. പക്ഷേ ഈ വചനം പൂർത്തിയാക്കി കഴിഞ്ഞ അമ്മ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് അതികഠിനമായിട്ടുള്ള അരിശത്തോടു കൂടി ക്രൂരമായിട്ടുള്ള ഒരു ചീത്ത വാക്ക് പറഞ്ഞുകൊണ്ടാണ് ആ കൊച്ചിനിട്ടൊരു അടി കൊടുത്തത്. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. തുടങ്ങിയ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ വചനം ആത്മാവിൻ്റെ ഭക്ഷണമായിട്ടില്ല. ആ വചനം മനസ്സിലേ നിറഞ്ഞിട്ടുള്ളൂ. അപ്പം മനഃപാഠമാക്കിയതുകൊണ്ട് മാത്രം ആത്മാവിന് ഗുണമില്ല. ഒരു ഗുണമില്ല മനഃപാഠമാക്കിയാൽ ഞാൻ പറയില്ല. മനഃപാഠമാക്കിയാൽ ഗുണങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും എല്ലാ സ്വർഗീയ ഫലങ്ങളും കിട്ടണമെങ്കിൽ അത് ഹൃദയസ്ഥമാക്കണം, ഹൃദയത്തിൻ്റെ ഭാഗമാകണം. ലാസറെ പുറത്തു വരിക എന്ന് ഈശോ പറഞ്ഞ വചനത്തിലൂടെ യേശുവാണ് ആ ചീഞ്ഞ ശരീരത്തെ ജീവനിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകുന്ന വചനം യേശു നമ്മുടെ ഉള്ളിലാകുന്നതിന് തുല്യമാണ്. ഓരോ ജീവനുള്ള വചനവും നമ്മുടെ ഉള്ളിൽ നിറയും തോറും യേശുവിൻ്റെ സാന്നിധ്യം നമ്മിൽ വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം ഈ നവീകരണ ശുശ്രൂഷകൾ 970 മുതൽ കേരളത്തിലേക്ക് ആരംഭിച്ചതിന് ശേഷം ഈ മേഖലയിൽ അനേകം അൽമായരും സിസ്റ്റേഴ്സും വൈദികരും വലിയ ആത്മീയ ദാഹത്തോടും ജ്വലനത്തോടും കൂടെ വചനം വായിക്കാൻ, പഠിക്കാൻ, ബൈബിൾ സ്വന്തമാക്കാൻ, വചനം പ്രഘോഷിക്കാൻ, വചനം പാലിക്കാൻ തയ്യാറായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു അപകടം ഈ മേഖലയിലുള്ളവരിൽ ഉണ്ടാകുന്നത്, വചനം ഒട്ടുമില്ലാതിരുന്ന അതിദാരിദ്ര്യത്തിൻ്റെ മേഖലയിൽ നിന്ന് അവർ ഉണർന്നെഴുന്നേറ്റെങ്കിലും വചനം ഹൃദയത്തിൽ വരാതെ, ഹൃദയസ്ഥമാകാതെ മനഃപാഠമായിട്ട് മാത്രം നിൽക്കുന്ന അവസ്ഥ. വേറെ ചിലരാകട്ടെ വചനം ഒരു ചെവിയിലൂടെ വന്ന് മറ്റേ ചെവിയിലൂടെ കടന്നുപോയി, അത് മനസ്സിലുമില്ല ഹൃദയത്തിലും ഇല്ലാത്തൊരവസ്ഥ. വേറെ ചിലരുടെ ജീവിതത്തിലോ വചനം ഒന്നും ഉള്ളിൽ പ്രവേശിച്ചിട്ടില്ലാത്തൊരവസ്ഥ. വലിയൊരു അപകടം ഉണ്ടാക്കുന്നത്. വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാത്ത ഒരു ദുരവസ്ഥ ഉണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ എൻ്റെ കൂടെ ഒരു അച്ഛൻ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയായിരുന്നു. അച്ഛന് ഒത്തിരി പ്രയാസങ്ങളുണ്ട്.
വേദനകളുണ്ട്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുക, അച്ഛൻ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കാം. അച്ഛന് വേണ്ടി ഞാനന്ന് മുഴുവൻ നേരം കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചു. കാരണം അച്ഛൻ ആ ശുശ്രൂഷയുടെ അനുഗ്രഹം കിട്ടട്ടെ. അന്ന് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനമില്ല. ഞാനവിടെ ചെന്നു. അച്ഛന് എൻ്റെ വചന ശുശ്രൂഷ സമയത്ത് ഞാൻ അച്ഛനെ സ്റ്റേജിലിരുത്തി. ഞാനൊരു 3-4 തവണ എൻ്റെ ശുശ്രൂഷ ഇടയ്ക്ക് അച്ഛന് വേണ്ടി മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു, ജനങ്ങളെ കൊണ്ട് സ്തുതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ. അപ്പോഴൊക്കെ അച്ഛനെ ഞാൻ കാണുന്നത് ഇരുട്ടിലാണ്. വീണ്ടും ഞാൻ കുർബാന എഴുന്നള്ളിച്ച ആരാധന തുടങ്ങിയപ്പോൾ അച്ഛനോട് ഞാൻ അച്ഛൻ്റെ നേരെ നോക്കി. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അച്ഛൻ മുട്ടുകുത്തി യേശുവിനെ അങ്ങ് സ്വീകരിച്ച് സ്തുതിക്കാൻ പറഞ്ഞു. അച്ഛൻ വീണ്ടും മുട്ടുകുത്തി പ്രാർത്ഥനയൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കും, വീണ്ടും അച്ഛൻ ഇരുട്ടില്ല. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് എന്താണ് ഈ സംഭവിച്ചതെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെ തോന്നി? എനിക്കൊന്നും തോന്നിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛന് എന്നോട് ഷെയർ ചെയ്ത് അച്ഛൻ്റെ ദുഃഖവും വേദനയും പ്രയാസമൊക്കെ ഉള്ളിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ടോ? അത് കുറച്ച് കൂടിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇന്ന് ഞാൻ പ്രസംഗിച്ച ആ വിഷയങ്ങൾ അച്ഛൻ കേട്ടായിരുന്നോ? പ്രസംഗം കേട്ടു. അല്ല, എന്തൊക്കെ അച്ഛൻ ഓർത്തിരിപ്പുണ്ട്? അങ്ങനെ ഒന്നും ഓർത്തിരിക്കുന്നില്ല. കാരണം എന്താ? അച്ഛൻ പറഞ്ഞു, അതൊന്നും എൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. 2 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു, 1 മണിക്കൂർ ആരാധന നടത്തി. അതൊന്നും അച്ഛൻ്റെ ഉള്ളിൽ കയറിയില്ലെന്ന് പറഞ്ഞു. ഒരു വലിയ അനേകം പേരുടെ തിന്മകളുടെ ഇരയായി തീർന്നതിൻ്റെ മുറിവുമായിട്ട് അച്ഛൻ വന്നിരിക്കുക. ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, തെറ്റിദ്ധരിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. അതിൻ്റെ മുറിവേറ്റ മനസ്സും ആ മുറിവേറ്റ മനസ്സിലൂടെ അഭിഷേകം ചോർന്നു പോയ ഹൃദയമുള്ള അച്ഛൻ്റെ ഉള്ളിലേക്ക് വചനമൊന്നും കയറുന്നില്ല. പിന്നെ അച്ഛനോട് നിർബന്ധപൂർവ്വം ഞാൻ പറഞ്ഞു, ഞായറാഴ്ച വരെ ധ്യാനം കൂടെ. ആ ധ്യാനത്തിൽ വെച്ച് അച്ഛൻ പിന്നീട് പറയുകയാണ്, ചൊവ്വാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പോൾ എനിക്ക് വചനം വായിക്കാൻ കൊതിയാകുന്നു, കേൾക്കുമ്പോൾ കൊതിയാകുന്നു. കാരണം എന്താ? ഉള്ളിലുള്ള മനസ്സിൽ ഹൃദയത്തിലുള്ള ഈ മുറിവും അതിനോട് ചേർന്നുള്ള മറ്റ് പാവാംശങ്ങൾ വിട്ടുപോയപ്പോഴാണ് വചനം ഉള്ളിൽ ഫലമുളവാക്കിയത്. പ്രിയ ദൈവമക്കളെ, ചീഞ്ഞഴിഞ്ഞു പോയ ലാസറിൻ്റെ ശരീരത്തിന് ജീവൻ നൽകിയ യേശുവാകുന്ന വചനം ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. ഈ വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് ഫലമുളവാക്കണമെങ്കിൽ നമ്മൾ പാപമില്ലാത്ത അവസ്ഥയിലായിരിക്കണം. ആത്മാവിൽ ജ്വലനമുണ്ടാകണം, ആത്മാവിൽ അഭിഷേകം നിറയണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഹൃദയസ്ഥമാക്കുമ്പോഴും മനഃപാഠമാക്കുമ്പോഴും ഒക്കെ വചനം നമ്മിൽ തീയായി കത്തിപ്പടരട്ടെ. എൻ്റെ ഈശോയെ, ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവർക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ, വചനത്തിൻ്റെ അഗ്നി അഭിഷേകം നൽകണമേ. എപ്പോൾ വചനം വായിച്ചാലും ധ്യാനിച്ചാലും പഠിച്ചാലും ശ്രമിച്ചാലും അപ്പോഴൊക്കെ വചനം ഈ ദാസരുടെ ഉള്ളിൽ അങ്ങയുടെ ജീവൻ പടർത്തുന്ന അഗ്നിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ നീക്കിക്കളയുന്ന, ദുഃഖദുരിതങ്ങൾ അകറ്റുന്ന വലിയ അഭിഷേകത്തിൻ്റെ അഗ്നി കത്തിപ്പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക ബന്ധങ്ങളും തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കുടുംബങ്ങളിൽ അനുഗ്രഹം നിറയട്ടെ, കൂട്ടായ്മകൾ അനുഗ്രഹം നിറയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും രോഗികളെ എല്ലാവരും സുഖപ്പെടുത്തട്ടെ. മുറിവേറ്റ് വേദനിക്കുന്ന എല്ലാവരുടെയും മുറിവണക്ക് സൗഖ്യം പ്രദാനം ചെയ്യട്ടെ. അന്ധകാരത്തിൽപ്പെട്ട് ഉടലുന്ന എല്ലാവരിലേക്കും ഇത് പ്രകാശമായി കടന്നു ചെല്ലട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് Hallelujah.
ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരൾ രോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താണ് പേര്? ലാലി. ലാലിയുടെ വീട് എവിടെയാ? മാഞ്ഞാലി, അതായത് അങ്കമാലി അടുത്ത്, പറവൂരടുത്ത്. എത്ര വർഷം മുമ്പ് ബൈക്കിൽ നിന്ന് വീണത്? 3 വർഷം മുമ്പ് ബൈക്കിൽ നിന്ന് വീണ് അരക്കെട്ടിന് പരിക്ക് പറ്റി. ഈ വലത് കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു. നിൽക്കാനൊന്നും പറ്റില്ല അധികം നേരം, വേദന മൂലം. ഇപ്പോൾ വേദന പൂർണ്ണമായിട്ട് മാറിയോ? മാറി. കൈ പൊക്കിക്കേ. ഇല്ല, വേദനയില്ല. കൈക്ക് ഇപ്പോൾ 2 മാസമായിട്ട് കൈ പൊക്കാനും പറ്റുന്നില്ലായിരുന്നു. ആ കൈ ഇപ്പോൾ പൊക്കാൻ സാധിക്കുന്നു. അരക്കെട്ടിൻ്റെ വേദനയും മാറി. ബൈക്ക് അപകടഫലമായി വന്ന വേദന, അതിൻ്റെ അനന്തരഫലങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിൽക്കുന്ന ജാസ്മിൻ എന്ന സഹോദരി കൊല്ലത്തുനിന്ന് വരുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് ഇടവകപ്പള്ളിയിൽ പെരുന്നാളിന് പടക്കം പൊട്ടിയപ്പോൾ ഈ ഇടത് ചെവിയുടെ കേൾവി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. പൂർണ്ണമായിട്ടും ഇടത് ചെവിയുടെ കേൾവി പോയിരുന്നു, ഒട്ടും കേൾക്കത്തില്ല. ഇപ്പം വലത് ചെവി അടച്ചു പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞു തന്നെ. കൊല്ലം 52. ഞാൻ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായിട്ട് ഉത്തരം പറയുന്നു. വയസ്സ് ചോദിച്ചു, വീട് ചോദിച്ചു. ഈ ഇടത് ചെവിയിലൂടെ എല്ലാം ഇപ്പം കേൾക്കാൻ സാധിക്കുന്നു. ഞാൻ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായ ഉത്തരം പറഞ്ഞു. ചെറിയ സ്വരത്തിലും പറഞ്ഞു നോക്കി. ഇപ്പൊ ഇടത് ചെവിക്ക് പൂർണ്ണമായിട്ട് കേൾവി തിരിച്ചു കിട്ടിയിരിക്കുന്നു. 8 വർഷമായിട്ട് കേൾവി നഷ്ടപ്പെട്ടു പോയ ചെവിക്കാണ് കർത്താവ് കേൾവി കൊടുത്തത്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ആൻസി എന്നാണ് സഹോദരിയുടെ പേര്. വീട് എവിടെയാണ്? തിരുവല്ലയിലാണ്. ഇവിടെ ധ്യാനിക്കാൻ വന്നത് കിടപ്പ് രോഗികളുടെ വാർഡിൽ കിടന്ന് ധ്യാനിക്കാനാണ്. ഈ കഴിഞ്ഞ 4-5 മാസമായിട്ട് സഹോദരിക്ക്
നെഞ്ചിൽ വേദനയായിട്ട് തുടങ്ങിയതാണ്. ഈ ഒരു വലതുവശം മുഴുവനും തീർത്തും ബലഹീനമായി, കൈ പൊക്കാനോ ഒരു വസ്തു എടുത്ത് പൊക്കാൻ പറ്റില്ല, കൈ ഉയർത്താൻ പറ്റില്ല, കാലിൽ നീരായിരുന്നു, നടക്കാൻ പറ്റില്ല. കിടപ്പ് രോഗികളുടെ വാർഡിൽ കിടന്ന് ധ്യാനിക്കുകയായിരുന്നു. ഇവിടെ സ്തുതിപ്പ് ആരംഭിച്ചപ്പോഴേക്ക് ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. അഭിഷേകം വരുമ്പോൾ അങ്ങനെ ഉണ്ടാകും. ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങിയ ഉടനെ സഹോദരി എഴുന്നേറ്റ് ഇങ്ങോട്ട് പോന്നു. എന്തൊക്കെയാണ് രോഗം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞേ? എനിക്ക് പ്രഷറും ഷുഗറും എല്ലാം ഉണ്ടായിരുന്നു. കാലങ്ങളായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവോ. എത്ര വർഷമായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്? 10 വർഷമായിട്ട് ഞാൻ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇൻസുലിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രഷറും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തൊക്കെ രോഗമായിരുന്നു ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്? വന്നപ്പോൾ ഞാൻ വരാൻ കാരണം എൻ്റെ പുറവും എൻ്റെ ഈ ചങ്ക് വനക്കത്തില്ലായിരുന്നു. എനിക്ക് എന്തോ മാരകമായ അസുഖമാണെന്നോർത്ത് വലത് തോളിന് മെഡിക്കൽ കോളേജിലൊക്കെ പോയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാ ചെക്കപ്പും നടത്തണം, ഒരാഴ്ച കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഈ പനക്കിലച്ചനെ ഒന്ന് പോയി കാണുവാണെങ്കിൽ നിനക്ക് സുഖപ്പെടുമെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ ധ്യാനത്തിന് വന്നത്. ഈ ദിവസങ്ങളിലൊക്കെ വരണ്ടായിരുന്നു എന്ന് ഓർത്ത്. പനക്കിലച്ചനെ കണ്ടോ? ഇല്ല. കാരണം എന്താ? അച്ഛന് ഇവിടെ ഇല്ല. അത് അറിയാനായിരുന്നു. ഞാൻ പനക്കലച്ചനെ കണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അച്ഛൻ UK-ലാണ്. അപ്പൊ എന്നിട്ട് എവിടെയൊക്കെയായിരുന്നു വേദന? എനിക്ക് എൻ്റെ കൈയും പുറമൊന്നും അനക്കത്തില്ലായിരുന്നു. കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, വീട്ടിൽ ഈ കസേര എടുത്ത് പൊക്കാൻ പറ്റുമോ? വീട്ടിലത്തെ പണി എൻ്റെ കെട്ടിയോനാ ചെയ്തോണ്ട്. ഓക്കെ, ഈ കസേര ഒന്ന് എടുത്ത് പൊക്കിക്കുക, മൈക്ക് മാറ്റിക്ക്. ഇടത്ത് കൈ ഉണ്ട്, ആ വലത് കൈ കൊണ്ട് പൊക്കിക്കുക, ഒറ്റയ്ക്ക് എടുത്ത് പൊക്കിക്കുക. നേരത്തെ പൊക്കാൻ പറ്റാതിരുന്നതാണ്. കിടപ്പ് രോഗിയായിരുന്നു, ഒന്നും ചെയ്യാൻ നിർവാഹമില്ലായിരുന്നു. ഇപ്പൊ ശരീരത്തിന് വേദന ഒന്നുമില്ലല്ലോ? ഒട്ടും വേദനയില്ല. നെഞ്ചിന് വേദനയില്ല, പുറം വേദനയില്ല, ഒരു വേദന. കൈക്ക് ബലമായി, ബലമായി. എല്ലാം വേദന. വീട്ടിൽ ചെന്ന് എല്ലാ ജോലിയും ഭർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഒറ്റയ്ക്ക് ചെയ്തോളില്ലേ? ഞാൻ ചെയ്യും. പേരെന്താണ്? പേര് ആൻസി. വീട് എവിടെയാ? തിരുവല്ലായില്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.